യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും തന്നെ യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. യാത്രകൾ ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എങ്ങനെ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വരുന്ന എക്സ്പെൻസ്. നമുക്കിപ്പോൾ ഒരു സെയിം ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ലക്ഷറി ആയിട്ട് ട്രാവൽ ചെയ്യാനും സാധിക്കും. നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് എന്നതിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് യൂസ് ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ്സ്. നമ്മുടെയൊക്കെ ക്രെഡിറ്റ് കാർഡുകളിൽ പലതരത്തിലുള്ള റിവാർഡ് പോയിന്റ് പ്രോഗ്രാമുകളും ക്യാഷ് ബാക്ക് പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട്. ക്യാഷ് ബാക്ക് ആണെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ റിവാർഡ് പോയിന്റുകൾ അങ്ങനെയല്ല. റിവാർഡ് പോയിന്റുകൾ അവിടെ കിടക്കും, നമ്മളത് റിഡീം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിവാർഡ് പോയിന്റുകൾ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിലെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് വർഷത്തിൽ ഒരു തവണ വിദേശ യാത്ര നടത്തുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ അത് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന കുറേയധികം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുമ്പോൾ ആ എമൗണ്ടിൻ്റെ ഒരു 70% വരെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ റിവാർഡ് പോയിന്റ് വിനിയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാം. ഈയിടെ ഫ്രണ്ടിൻ്റെ വൺ കാർഡിലെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ വൺ കാർഡിൽ വീണ്ടും റിവാർഡ് പോയിന്റ് ഏകദേശം 1,20,000 ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിപ്പോൾ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 1,20,000 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് വൺ കാർഡിൽ 12,000 രൂപയ്ക്ക് തുല്യമാണ്. സോ ആ റോഡ് ട്രിപ്പ് പോകുമ്പോൾ ഫ്യൂൽ അടിക്കാനായിട്ട് ആ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു വൺ കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കും. അതിനുശേഷം ആ ഒരു ട്രാൻസാക്ഷൻ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് സെറ്റിൽ ചെയ്യും. അങ്ങനെ ഓപ്ഷൻ നമുക്ക് വൺ കാർഡിൽ അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ വരുന്ന വലിയ എക്സ്പെൻസുകൾ നമുക്ക് അതിലൂടെ കുറക്കാനായിട്ട് സാധിക്കും. ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ്, ഫ്യൂവൽ എക്സ്പെൻസ്, അതൊക്കെ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് മാനേജ് ചെയ്യാനായി സാധിക്കും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിൽ നമ്മൾ ബഡ്ജറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോഴും ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എത്ര രൂപ ഏകദേശം എക്സ്പെൻസ് വരും എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റില്ലാതെ നമ്മളുടെ കയ്യിലുള്ള സേവിങ്സ് നമ്മൾ യാത്രക്കായിട്ട് ചിലവഴിച്ചു എന്ന് വരാം. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് എക്സ്പെൻസൊക്കെ നോക്കുമ്പോൾ അത് കൂടിപ്പോയതായിട്ട് നമുക്ക് തോന്നുന്നത്. അവിടെ അത്ര രൂപ ചിലവാക്കേണ്ടിയിരുന്നില്ല, അതുപോലെ തന്നെ അവിടെ ഇത്ര രൂപ സേവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്. സോ അത് ഒഴിവാക്കാനായിട്ട് യാത്ര ചെയ്യും മുമ്പ് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുക, ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ വേണ്ട ഒന്നാണ് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് പോകാനായിട്ട് പോകുന്നത്, എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നല്ലൊരു തുക സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഫ്യൂവലിലൂടെ സേവ് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന സ്റ്റേ ഹോട്ടലിലൊക്കെ നമ്മൾ റൂം എടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈം മാക്സിമം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ലൊക്കേഷനുകളിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ യാത്രകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ പലരുടെയും പരാതിയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അവിടെ പോകണമെന്നുണ്ട്, ഇവിടെ പോകണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള പരാതി. നമ്മളുടെ ചിലവുകളെല്ലാം കഴിച്ചിട്ട് പിന്നീട് യാത്ര പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നടന്നു എന്ന് വരില്ല. നമ്മളുടെ ലിവിങ് എക്സ്പെൻസൊക്കെ ഇപ്പോൾ കൂടി വരികയാണ്. നമുക്ക് സേവിങ്സിലേക്ക് പോലും മാറ്റിവെക്കാനായിട്ട് പലർക്കും സാധിച്ചെന്ന് വരില്ല. സോ നമ്മളുടെ ചിലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം യാത്ര ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നടന്നില്ല എന്ന് വരാം. ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ ഇൻകത്തിൽ നിന്നും ഒരു വിഹിതം യാത്രകൾക്കായിട്ട് മാറ്റിവെക്കാം. അതിനായിട്ട് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഡ്യൂറേഷനിലുള്ള റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ചെറിയ വിഹിതം യാത്രകൾക്ക് വേണ്ടി കൃത്യമായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിലെ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് യാത്രകൾ നടത്താം. അതിലെ പണം അതിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ട്രാവൽ കമ്മ്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ട്രാവൽ റിലേറ്റഡ് ഗ്രൂപ്പ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ യാത്ര പോകുന്ന മുമ്പ് തന്നെ നിങ്ങൾ ഇവിടെയാണ് യാത്ര പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാം. സോ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടുള്ള ആളുകൾ ആ ഒരു ഗ്രൂപ്പിലുണ്ടാകും. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, അവർ അഡ്വൈസസ് നൽകും. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മളുടെ പണം ഒരുപക്ഷെ
സേവ് ചെയ്യാനായിട്ട് സാധിക്കും, ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ട്രാവൽ കമ്മ്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അല്പം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ബുക്കിംഗ് സൈറ്റിലേക്ക് ഏത് ഡേറ്റിലാണ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ അതനുസരിച്ച് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറഞ്ഞ റേറ്റിൽ ബുക്ക് ചെയ്ത് നമ്മുടെ ട്രാവലിൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഓഫ് സീസൺ തിരഞ്ഞെടുക്കാം. ഓഫ് സീസൺ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റേ ഒക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടിയേക്കും. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിൽ കിട്ടിയേക്കും. അപ്പോൾ ഓഫ് സീസണിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ യാത്രകൾ നടത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഹോട്ടൽ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗോ ഐബിബോ അതുപോലെ തന്നെ എയർബിഎൻബി പിന്നെ മേക്ക് മൈ ട്രിപ്പ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കൂപ്പൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കൂപ്പൺസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. പിന്നെ ലാർജ് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഹോട്ടലുകൾ സ്റ്റേ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യുന്നതിന് പകരം ഒരു എൻ്റയർ വില്ല തന്നെ എടുക്കാം. അതിലൂടെ നമുക്ക് പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വില്ലകൾ നമുക്ക് എയർബിഎൻബി പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്, പ്രൈവറ്റ് വില്ലകൾ. സോ അതിലൂടെ നമുക്ക് ഈ രീതിയിൽ ചെറിയ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിന് പകരം കൂടെ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റേയുടെ എക്സ്പെൻസ് അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിലൂടെ നമുക്ക് കുറഞ്ഞ ചിലവിൽ ട്രാവൽ ചെയ്യാനായി സാധിക്കും. പിന്നെ എയർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് പോകുന്നത്, അപ്പോൾ ഏത് ടെർമിനലാണ്, അപ്പോൾ അവിടെയുള്ള ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ നോക്കുക. ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രാവൽ പ്ലാൻ ചെയ്യുക. അല്പം നേരത്തെ എയർപോർട്ടിൽ എത്തുക, ലോഞ്ച് ആക്സസ് ചെയ്യുക, ലോഞ്ചിൽ നിന്നും ഫുഡ് കഴിക്കാം. ഇനിയിപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്, നല്ല ടൈം ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എയർപോർട്ടിലാണുള്ളത് അവിടുത്തെ ലോഞ്ച് ഏതാണ്, ആ ലോഞ്ച് ആക്സസ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലോഞ്ചിൽ വിശ്രമിക്കാം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ എയർ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ സോളോ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഹോസ്റ്റൽസൊക്കെ സ്റ്റേ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ സ്റ്റേ കിട്ടും. അതുപോലെ തന്നെ അവിടെ കുറേയധികം ആളുകൾ വരും, അവരുമായിട്ടൊക്കെ പരിചയപ്പെടാം. സോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഹോസ്റ്റൽസ് സ്റ്റേ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റേയുടെ എക്സ്പെൻസ് കുറക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.